ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ആർക്കിടെക്ട് വൈഷ്ണവി. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിനടുത്ത് സുനിൽ അശ്വതി ദമ്പതികൾക്കായി 8 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച അതിമനോഹരമായ ഭവനത്തിലാണ്. മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്ത ഈ ഭവനം വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച ചെങ്കല്ലിൽ പോളിഷ് ചെയ്തിട്ടാണ് വീടിന്റെ റൈറ്റ് സൈഡിലെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ പോർച്ച് വരുന്നത്. 3.2 × 5.6 മീറ്ററിലാണ് ഈ പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റോഡിന് 3.5 മീറ്റർ ചേർന്നിട്ടാണ് ഇവിടെ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് യാർഡ് കുറവായതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തും പുറത്തായിട്ട് ധാരാളം ചെടികൾ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. 5.8 × 1.8 മീറ്ററിലാണ് ഈ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗ് ഹൈറ്റ് വരുന്നത് 2.4 മീറ്ററിലാണ്. ഇവിടുത്തെ എല്ലാ ജനലുകളും UPVC ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് 1.8 മീറ്റർ വിഡ്ത്തിൽ വരുന്ന ജനലാണ്. പിന്നെ ഇവിടുത്തെ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ WPC ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ ഡോറുകളും ചെയ്തിട്ടുള്ളത്. 1.4 മീറ്റർ വിഡ്ത്തിൽ 2.4 മീറ്റർ ഹൈറ്റിലാണ് ഈ ഡോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം എത്തുന്നത് വളരെ വിശാലമായ ഒരു ഹാളിലോട്ടാണ്. 5.6 × 6.6 മീറ്ററിലാണ് ഈ ഹാള് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഹാള് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ ചെയ്തത് കൊണ്ട് തന്നെ വളരെയധികം സ്പേഷ്യസ് ആയ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഹാളിലെ ഈ ഒരു ഏരിയ ലിവിംഗ് റൂമായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. 7 പേർക്ക് ഇരിക്കാൻ പറ്റിയ കസ്റ്റമൈസ്ഡ് സോഫയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. TV കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു TV കൺസോളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 12 mm ടൈൽ ഉപയോഗിച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പും അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള ബോട്ടം യൂണിറ്റുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോഫ യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു ഊഞ്ഞാല് കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിന്റെ സെന്ററിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാളിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് യൂണിറ്റും അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് യൂണിറ്റ്. 3.6 × 3.6 മീറ്ററിലാണ് ഈ ഡൈനിങ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 7 പേർക്ക് ഇരിക്കാൻ പറ്റിയ കസ്റ്റമൈസ്ഡ് ഡൈനിങ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ് യൂണിറ്റും വരുന്നത്. പിന്നെ 2.5 മീറ്റർ വിഡ്ത്തിൽ വരുന്ന UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര കാറ്റും വെളിച്ചോ ഈ റൂമിലോട്ട് എത്തുന്നതാണ്. ഡൈനിങ് യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണിന്റെ മെഷർമെന്റ് വരുന്നത് 3.6 × 2.4 മീറ്റർ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ബോട്ടം യൂണിറ്റും അതുപോലെ തന്നെ ടോപ്പ് യൂണിറ്റും നമ്മൾ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. കൗണ്ടർ ടോപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് നല്ല അടിപൊളി ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ UPVCയുടെ സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്രിൽസ് ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. ഈ ഓപ്പൺ കിച്ചണോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. വർക്കിംഗ് കിച്ചൺ കാണാം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 3.6 × 4 മീറ്ററിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് അനുസരിച്ചിട്ട് പോയിന്റ്സ് കൊടുത്തതുകൊണ്ട് ജിപ്സം സീലിംഗ് ഇല്ലാതെ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2.5 മീറ്റർ വിഡ്ത്തിൽ വരുന്ന ഒരു സ്ലൈഡിംഗ് ഡോറാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറായിട്ട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഫീൽ കൂടെ കിട്ടുന്നതാണ്. പിന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് അതായത് ഈ ബെഡ്റൂമിൻ്റെ ഒരു കോർണർ ആയിട്ടാണ് ഇവിടുത്തെ വാഷ്റൂം യൂണിറ്റും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. 3.5x4 മീറ്ററിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലോട്ടായിട്ടാണ് വാർഡ്രോബ് യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റഡി യൂണിറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂം യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ഹാളിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റേ യൂണിറ്റ് വരുന്നത്. ഇവിടെ MS-ൻ്റെ സ്ക്വയർ പൈപ്പും അതുപോലെ തന്നെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിലോട്ട് പോകാം. ഈ ഇവിടുത്തെ സ്റ്റെയറിൻ്റെ സെക്കൻഡ് ലാൻഡിങ്ങിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റഡി യൂണിറ്റ് വരുന്നത്. ഇത് ഒരു സ്റ്റഡി യൂണിറ്റ് മാത്രമല്ല, ഇവിടുത്തെ ഗൃഹനാഥൻ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ കൂടെയാണ്. അപ്പോൾ അവരുടെ ഒരു വർക്കിംഗ് സ്പേസ് കൂടെയാണ് ഇത്. 3.5x3.7 മീറ്ററിലാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴത്തെ പോർച്ചിൻ്റെ എക്സാക്ട് മുകളിലായിട്ടാണ് ഈ റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റഡി റൂമിനോട് ചേർന്നിട്ട് തന്നെ ബാൽക്കണി ഉണ്ട്. ഇതാണ് ആ ബാൽക്കണി. 1.2 മീറ്റർ വിഡ്ത്തിൽ 3 മീറ്ററിലാണ് ഈ ബാൽക്കണി വരുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ആണിത്. സ്റ്റെയർ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയ ഉടനെയാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 3.5x3.7 മീറ്ററിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കിങ് സൈസിൽ വരുന്ന കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലോട്ടായിട്ടാണ് ഇവിടുത്തെ ബേ വിൻഡോ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബേ വിൻഡോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്രിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ UPVCയുടെ സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബും കൂടാതെ ഡ്രസ്സിങ് യൂണിറ്റും പിന്നെ വാഷ്റൂം യൂണിറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1.5 മീറ്റർ വിഡ്ത്തിൽ വരുന്ന ഒരു പാസേജിലൂടെയാണ് നമ്മൾ അടുത്ത ബെഡ്റൂമിലോട്ട് ആക്സസ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളർ തീമിലാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങും വാൾ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് താഴത്തെ ലിവിങ് റൂമിലോട്ട് നമുക്ക് നല്ലൊരു വ്യൂ കൂടെ കിട്ടുന്നതാണ്. ഇനി അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. 3.6x4.2 മീറ്ററിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിങ് യൂണിറ്റും അതുപോലെ തന്നെ വാഷ്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്റ്റഡി റൂമിലോട്ടും അതുപോലെ തന്നെ ലിവിങ് റൂമിലോട്ടും നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ബാൽക്കണി കാണാം. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാൽക്കണി. 3.5x4.3 മീറ്ററിലാണ് ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബാൽക്കണിയിൽ ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത് MS-ൻ്റെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ബാൽക്കണീൻ്റെ റൂഫിംഗ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഫ്ലോറിങ്ങിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റാണ് ചെയ്തിട്ടുള്ളത്. പുതിയ വീടിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങളെ മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു ഇങ്ങനെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ളത്, നല്ല ലൈറ്റ്, നല്ല കാറ്റ്, ഇതൊക്കെയുള്ള ഒരു ഓപ്പൺ ഫീലുള്ള ഒരു വീട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ റൂട്ട് സ്റ്റോണിനെ സമീപിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്റ്റഡി ഏരിയ, ഒരു വർക്ക് ഏരിയ അതുകൂടെ നമ്മളെ ഒരു റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ റൂട്ട് സ്റ്റോൺ അത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക്സ് ടു റൂട്ട് സ്റ്റോൺ. മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്ര തൻ തേർത്തെളിക്കാം. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. ഞങ്ങളുടെ മറ്റൊരു പ്രൊജക്റ്റുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.